ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. പ്രൈം ഫാക്ടറൈസേഷൻ. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും അല്ലേ, അയ്യോ ഭയങ്കര ടഫായിരിക്കും, എങ്ങനെയാണ് ഇത് പഠിക്കുക? പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കണ മുന്നേ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ചില അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ്. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ്, ഘടകങ്ങളെ കുറിച്ചും അതേപോലെ തന്നെ അഭാജ്യസംഖ്യ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. പിന്നെ ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? HCF കാണാൻ യൂസ് ചെയ്യാം, LCM ലസാഗു, ലസാഗ് അല്ലേ, പഠിച്ചിട്ടില്ലേ? അപ്പോൾ അത് കാണാൻ യൂസ് ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ആവശ്യമാണ്. അതേപോലെ സ്ക്വയർ റൂട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ആവശ്യമാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഈ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഏത് ടോപ്പിക്കും സ്റ്റാർട്ട് ചെയ്യാറ് അല്ലേ? ഇതും അതേപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12 എന്നുള്ള ഞാനൊരു നമ്പർ എടുത്തു. ഓക്കെ, 12. ഇനി ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ് ഫാക്ടർ? ഒരു സംഖ്യേനെ പൂർണ്ണമായിട്ടും ആ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയാം അല്ലേ? നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പോൾ 12 എന്നുള്ള നമ്പറിനെ നമുക്ക് ഏതൊക്കെ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുക നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ 12, 12 ഡിവൈഡഡ് ബൈ 1, എന്തായാലും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം. അപ്പോൾ 12 കിട്ടി. 12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ എന്ന് വെച്ചാൽ പൂർണ്ണമായും നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 6 കിട്ടി. 12 ഡിവൈഡഡ് ബൈ 3 നമുക്ക് 4 കിട്ടും. അതേപോലെ തന്നെ 12 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇനി ഏതെങ്കിലും സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 എന്തായാലും പറ്റില്ല. സോ പിന്നെ 6 പറ്റും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കൂ. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇനി ഇത് വേറെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത് വെച്ചാൽ ഫ്രാക്ഷനിലാണ് നമുക്ക് കിട്ടുക, ഭിന്നസംഖ്യയിലാണ് കിട്ടുക. പക്ഷെ ഇതാണ് ഇത്രയും നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പർ കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റി? 1 2 3 4 6 and 12 അല്ലേ? ഇത്രയും സംഖ്യ കൊണ്ട് നമുക്ക് 12നെ പൂർണ്ണമായിട്ടും ഹരിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1 2 3 4 6 12. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ആണ് എന്തിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയത്? 12ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയത്. ഇനി എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന് 2 ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇതിന്റെ മുന്നേ ഞാനൊരു പ്രൈം നമ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്യാം. അപ്പോൾ പ്രൈം നമ്പർ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രൈം നമ്പറിൽ 2 ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ. ഒന്ന് 1ഉം പിന്നെ എന്താണ് ആ ഒരു നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 നമ്മൾ പറഞ്ഞു ഒരു പ്രൈം നമ്പറാണ്. 2 ഒരു പ്രൈം നമ്പറാണ്. ബിക്കോസ് 1 and 2 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 3യും എന്തായിരിക്കും? പ്രൈം നമ്പർ തന്നെയാണ്, 1 and 3. കാരണം വേറെ ഫാക്ടേഴ്സ്, വേറെ ഒരു സംഖ്യ കൊണ്ടും 3നെ പൂർണ്ണമായിട്ട് ഹരിച്ചെടുക്കാൻ പറ്റില്ല. അതേപോലെ 4 ഒരു പ്രൈം നമ്പർ അല്ല. എന്താണ്? 1 4 2 3 സംഖ്യകൾ, 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 1 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം 4നെ അല്ലേ? അപ്പോൾ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല? പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഈ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് നമ്മൾ എന്താ പറയുക? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകളല്ലാത്ത സംഖ്യകളെ നമ്മൾ ഭാജ്യസംഖ്യകൾ എന്ന് പറയും, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇവിടെ ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തതെല്ലാം എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. മറ്റൊന്നും എന്തല്ല? പ്രൈം നമ്പേഴ്സ് അല്ല. പക്ഷേ വേറൊരു കാര്യം, ഇതിൽ 1 എന്ന് പറയുന്നത് ഒന്നിലും പെടില്ല. അത് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല.
എന്താണെന്നുള്ള കാര്യം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും ചെറിയ കുഞ്ഞ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. അത് മാത്രമല്ല ഈവൺ ആയിട്ട് വരുന്ന ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നതും എന്താണ്? നമ്മളുടെ 2 മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കണക്കുകൾ നമുക്ക് ഇപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ കണക്കൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം വലിയ വലിയ സംഖ്യകളാണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ടാക്കി സിംപ്ലിഫൈ ചെയ്ത് അതിനെ ഫാക്ടേഴ്സൊക്കെ ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ റൂട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ 2 രീതിയിലാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു പൂർണ്ണമായിട്ടും ഹരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യകൾ ആണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുക എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കുമ്പോൾ നമ്മൾ 2 രീതിയിൽ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയുണ്ട്. ഒന്ന് ട്രീ മെത്തേഡും ഉണ്ട്, പിന്നെ മറ്റെന്താണ് ട്രീ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ ട്രീ മെത്തേഡും ഉണ്ട്, പിന്നെ ഡിവിഷൻ മെത്തേഡും ഉണ്ട്. 2 മെത്തേഡ് നമ്മൾ പഠിക്കും. ഡിവിഷൻ മെത്തേഡാണ് നമ്മൾ കൂടുതൽ എപ്പോഴും യൂസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു രീതിയും കൂടി നമുക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഈ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്? ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ 12ൻ്റെ നമ്മൾ ഫാക്ടറൈസേഷൻ ഇപ്പോൾ ചെയ്തു അല്ലേ, നമുക്ക് ഫാക്ടറൈസേഷൻ നമ്മൾ ഇത് ഘടകങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇനി ഇവിടെ ട്രീ മെത്തേഡ് വെച്ചിട്ട് ഈ 12ൻ്റെ നമുക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 6 എഴുതാം, 3 into 4 എഴുതാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 into 6 എന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു മരത്തിൻ്റെ മുകളിൽ 2 ബ്രാഞ്ചസ് അങ്ങനെ അല്ലേ, അങ്ങനെ വരുന്ന ഒരു ചിത്രം പോലെ ഉള്ളതുകൊണ്ടാണ് അതിന് ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഒരു പ്രൈം നമ്പറായി. ഇനി നമ്മൾക്ക് അതിന് എന്താ ഇത് ഒരു പ്രൈം നമ്പർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ഫർദർ ഘടകങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി 6നെ നമുക്ക് വീണ്ടും ചെയ്യാം, എന്താണ് 2/3 എന്ന് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടി? 2/3 = 6 എന്ന് കിട്ടി. അപ്പോൾ ഇനി 12ന്റെ ഫാക്ടേഴ്സ് നമുക്ക് ഏതൊക്കെ പ്രൈം എന്താ പറയുന്നത്? എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൊഡക്റ്റ്, അപ്പോൾ എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? 2 into 2 into 3. എത്ര പ്രൈം നമ്പേഴ്സ് ഒക്കെ കിട്ടി? ഇവിടെ നോക്കി നോക്കൂ, 2 into 2 into 3 അല്ലേ. അപ്പോൾ 4 into 3 എത്ര? 12 കിട്ടിയോ? പ്രൈം ഫാക്ടേഴ്സ്, പ്രൈമിൻ്റെ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇത് പ്രൈം നമ്പറാണ്, ഇത് പ്രൈം നമ്പറാണ്, ഇത് പ്രൈം നമ്പറാണ്. ഈ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ എന്താണ് ചെയ്തിട്ട് കിട്ടണം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രീ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രമല്ല ഉള്ളത്, ഡിവിഷൻ മെത്തേഡും കൂടി ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്കൊന്ന് എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. 36നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇനിയിപ്പോൾ 2n എഴുതണം എന്നില്ല, അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. ഇനി 36നെ ഞാൻ 6 into 6 എന്ന് എടുത്തു, 36 ആയല്ലോ. വീണ്ടും എന്ത് ചെയ്തു? ഇതിനെ പ്രൈം നമ്പർ ആയിട്ട് പ്രൈം 6 into 1 ഒക്കെ ചെയ്യാം, പക്ഷേ നമുക്ക് എന്ത് കിട്ടണം? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 into 3. അപ്പോൾ ഇതിൻ്റെ പ്രൈം നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ഏതൊക്കെ പ്രൈം നമ്പറാണ് കിട്ടിയത്? 2 into 3 into 2 into 3, 2 into 3 into 2 into 3. ഇത് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 36 കിട്ടും. അതൊരു മെത്തേഡ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ മെത്തേഡ് ചെയ്യാം. ഡിവിഷൻ മെത്തേഡാണ് നമ്മൾ കൂടുതൽ എന്താണ് എപ്പോഴും യൂസ് ചെയ്യാറ്. കാരണം അത് ഒന്നുകൂടി സിമ്പിളാണ്, പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രീ പോലെ ഇങ്ങനെ ഇത് ഓരോന്ന് സർക്കിളായിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഡിവിഷൻ മെത്തേഡിൽ എന്താ പ്രത്യേകത? ഇതന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 36 ആണെന്ന് വിചാരിക്കാം. ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 36നെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഉള്ള ഒരു പ്രൈം നമ്പർ നമ്മൾ എടുക്കുക. ഇത് പിന്നെ ഈവൺ നമ്പറാണ്. അപ്പോൾ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ് അല്ലേ. അപ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. അഗെയിൻ 18 ഒരു ഈവൺ നമ്പറാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 9 ഒരു ഓഡ് നമ്പറാണ്. അടുത്ത നമ്മുടെ പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. 3 into 3 9
3 1 1 കിട്ടുന്ന വരെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നോക്കൂ, സൈഡിൽ ഇതൊക്കെ 36ന്റെ പ്രൈം പ്രൊഡക്റ്റ് കിട്ടിയോ? 2 × 2 × 3 × 3 എത്രയാണ്? 36 ആണ്. അപ്പോൾ ഒരു കോമ്പോസിറ്റ് നമ്പർ എടുത്ത് അതിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആക്കി തീർക്കുന്നതാണ് എന്ത്? ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ ഈ ഡിവിഷൻ മെത്തേഡ് ആണെങ്കിലും ഏതാണെങ്കിലും, കോമ്പോസിറ്റ് നമ്പർ എടുത്ത് ട്രീ മെത്തേഡ് ആണെങ്കിലും അത് തന്നെയാണ്. ഇനി നമുക്ക് ഒരു നമ്പർ കൂടി എടുത്തു നോക്കാം. 60 എടുത്തു നോക്കാം. ഇത് ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 30, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 15. ഇനി ഇവിടെ നെക്സ്റ്റ് കിട്ടുന്നത് എന്താണ്? 3 ആണ്. എപ്പോഴും ലോവസ്റ്റ് എടുക്കാൻ നോക്കുക. 5 എടുത്താലും കിട്ടും, ആൻസർ കിട്ടും. ബട്ട് എപ്പോഴും നമ്മൾ അങ്ങനെ ആ ഒരു സീക്വൻസിൽ പോവായിരിക്കും നന്നാവുക. അപ്പോൾ 3 കൊണ്ട് ചെയ്താൽ 5, വീണ്ടും 5 കൊണ്ട് ചെയ്തു 1 കിട്ടുന്ന വരെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി സൈഡിലത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കി നോക്കാം. സൈഡിലത്തെ പ്രൊഡക്റ്റ് 2 × 2 × 3 × 5 എന്താണ്? 60 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 60 = 2 × 2 × 3 × 5. ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു നമ്പർ എടുത്ത് നോക്കാം. 105 എടുത്ത് നോക്കാം. ഇവിടെ എന്തായാലും ഇതൊരു ഈവൻ നമ്പർ അല്ലല്ലോ, ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ 5 ആണെങ്കിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക വെദർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ഓർ നോട്ട്. ഇനിയിപ്പോൾ കാരണം 2 കൊണ്ട് എന്തായാലും അല്ല നമുക്ക് മനസ്സിലായി, ബിക്കോസ് ലാസ്റ്റ് നമ്പർ 5 ആണ്. 5 കൊണ്ട് എന്തായാലും ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യുക. 3 കൊണ്ട് 2 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ 3 എടുത്തു നോക്കാം. 3 കൊണ്ട് എടുക്കുമ്പോൾ ഡിവിസിബിൾ ആണ്, 35 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി വീണ്ടും എടുക്കുമ്പോൾ എന്താണ്? 3 കൊണ്ട് പറ്റില്ല, ബിക്കോസ് 35 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ലേ? നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ 3 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 5 ആണ്. 5 ഇവിടെ ഡിവിസിബിൾ ആണ്. 7 എടുത്തു. 7 1 കിട്ടുന്ന വരെ ചെയ്തു. അപ്പോൾ 105ന്റെ പ്രൈം പ്രൊഡക്റ്റ് എന്താണ്? 3 × 5 × 7. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് സ്ക്വയർ റൂട്ടും ഇതൊക്കെ, അതേപോലെ HCF, LCM ഒക്കെ കാണാൻ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് കാലത്ത് നിങ്ങൾക്ക് 10th +1 +2 വരെ ഇത് യൂസ്ഫുള്ളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ടിട്ട് സ്വയം കുറേ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ള നമുക്ക് വേറെയും ടോപ്പിക്സ് കവർ ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം.